തലൈവർ വിജയ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിന് വിരാമമായി വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസിൻ്റെ 5 സീറ്റും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെതും CPM-ൻ്റെ കൂടി കാണ്ടി 120 ഒപ്പിച്ച് മുഖ്യമന്ത്രിയായി. കോൺഗ്രസിനോട് ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേ വിജയായിട്ട് സംസാരിച്ചതാണ്. അന്ന് UDF, അന്ന് സ്റ്റാലിൻ്റെ ഒപ്പം. എന്നിട്ട് വിജയ് UDF-നെ വിളിച്ച് സംസാരിച്ചു. 70 സീറ്റ് വരെ തരാമെന്ന് പറഞ്ഞു UDF-ന് മത്സരിക്കാൻ. പക്ഷേ കോൺഗ്രസ് സ്വീകരിച്ചില്ല. ഏറ്റവും വലിയൊരു അബദ്ധമായിപ്പോയി അത് UDF-ന് ആ തീരുമാനം. കാരണം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ വിജയ് ആദ്യത്തെ ആ പ്രകടനത്തിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് 40 പേര് മരണപ്പെട്ടു പോയി. അത്രത്തോളം ജനങ്ങളെ കണ്ടു. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഒരു തരംഗമുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ്റെ പാർട്ടിയിൽ നിന്നും പല പാർട്ടികളിൽ നിന്നും ഒരുപാട് പേര് വിജയൻ്റെ കൂടെ കൂടി. അവരൊക്കെ വിജയിച്ചു. പക്ഷേ UDF സ്റ്റാലിനെ വിട്ടുപോകുന്നില്ല. 70 സീറ്റ് വരെ തരാമെന്ന് പറഞ്ഞിട്ടും UDF വിട്ടുപോകുന്നില്ല. ഇപ്പോൾ ഖേദിച്ചു. അന്ന് പൂന്നൊക്കെയായിരുന്നെങ്കിൽ ഇന്ന് UDF-ന് ഒരു 35 സീറ്റ് വരെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും വിജയ് UDF-നെ ക്ഷണിച്ചു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അങ്ങോട്ട് പിന്തുണ അറിയിച്ചു. ഏതായാലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടി കോൺഗ്രസ്സിന് എന്ന് പറയാം.